ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടന്നിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെപ്പറ്റി യാതൊരു ധാരണയും AMMA എന്ന സംഘടനയ്ക്കോ അതിന്റെ തലപ്പത്തിരിക്കുന്ന സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾക്കോ ഇല്ല. മറ്റൊന്ന്, ഈ നമ്മളോട് സമീപ ദിവസങ്ങളിലെല്ലാം സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വെളിപ്പെടുത്തിയ അതിഗുരുതരമായ അതിക്രമങ്ങൾ, ഇത്തരത്തിലൊന്നും തന്റെ 4 പതിറ്റാണ്ട് നീണ്ട സിനിമ അഭിനയ ചരിത്ര ഈ കാലഘട്ടത്തിൽ ഇന്നോളം താൻ കേട്ടിട്ടില്ല. ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയിലും സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വളരെ ശുദ്ധമായ ഒരു മേഖലയാണത്. അതിനെ കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത് എന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്നത്തെ മുഴുവൻ വാർത്താ സമ്മേളനത്തിൽ എടുത്താൽ അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടികൾ ഈ സിനിമാ അഭിനേതാക്കളുടെ സംഘടന എന്ന നിലയിൽ കൈക്കൊള്ളുമോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നില്ല. ഇത്തരത്തിലൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്ന ഹർജിയിൽ തങ്ങൾ കക്ഷി ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യം തങ്ങൾക്കില്ല. ഇത്തരത്തിൽ വ്യക്തമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ AMMA എന്ന സംഘടന ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് തങ്ങൾക്ക് അറിയില്ല. അമ്മ എന്ന സംഘടനയ്ക്ക് പരാതി നൽകാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെടാൻ ഇപ്പോൾ നിലവിൽ ആലോചിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സിദ്ദീഖ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ ചോദിച്ചത് തന്റെ ഒപ്പം ഇരിക്കുന്ന ഈ സംഘടനയുടെ ഭാരവാഹികളായ സ്ത്രീകളോട് കൂടി ചോദിക്കൂ, ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ് സിനിമയെങ്കിൽ അവർക്കും പറയാനുണ്ടാകില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് മാധ്യമപ്രവർത്തകർ ഈ സംഘടനയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള ജോമോളോട് ചോദ്യം ചോദിക്കുന്നത്. കൃത്യമായി എഴുതി തിട്ടപ്പെടുത്തിയതുപോലെ മറുപടി വന്നു, തനിക്ക് ഇത്തരത്തിലുള്ള പരാതികളോ സംഭവങ്ങളോ അറിയില്ല, തനിക്ക് ഇന്നുവരെയും ഇത്തരത്തിലൊരു അതിക്രമം നേരിടേണ്ടി വന്നിട്ടില്ല, തന്റെ വാതിൽ ആരും മുട്ടിയിട്ടില്ല. അത്തരത്തിൽ ഈ പരാതി നൽകിയിരിക്കുന്ന ആളുകളെ ഏതെങ്കിലും നിലയിൽ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വേണ്ട, ഏതെങ്കിലും അപരിചിതൻ എന്ന നിലയിൽ കൂടി ചേർത്ത് നിർത്തുന്ന നിലയിലുള്ള ഒരു സമീപനമായിരുന്നില്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ AMMA എന്ന സംഘടനയുടെ ഭാരവാഹികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും സംഘടന തലപ്പത്തിരിക്കുന്ന സിദ്ദീഖ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് മാധ്യമങ്ങൾ തന്നെ ഇങ്ങനെ പിന്തുടരുന്നതെന്നാണ്. അദ്ദേഹം തലപ്പത്തിരിക്കുന്ന ഒരു സംഘടന അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമാ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള ആളുകളാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത്. അതിലുള്ള പ്രതികരണം ചോദിക്കുമ്പോഴാണ് ഈ സംഘടനാ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ സമീപകാലത്ത് മലയാള സിനിമയിൽ ഉയർന്നു വന്നിട്ടുള്ള മീറ്റു ആരോപണങ്ങൾ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഈ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനോടൊന്നും ഏതെങ്കിലും നിലയിൽ ചേർന്ന് നിൽക്കുന്ന സമീപനം, ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നവരോടൊപ്പം നിൽക്കുന്ന സമീപനം എന്തായാലും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സിദ്ദീഖ് പ്രതികരിച്ചത് ഉണ്ട് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മറ്റൊരു ഉത്തരങ്ങളിലും അത്തരത്തിലൊരു ധാർമ്മികത നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ ഉത്തരങ്ങൾ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം നമ്മൾ കൃത്യമായി കണ്ടതാണ്. മറ്റൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടലുണ്ടാക്കിയെന്നാണ് AMMA എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദീഖ് പറയുന്നത്. സിദ്ദീഖിനൊപ്പം ഉണ്ടായിരുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ 2 നടിമാരാണ്. അവർ ഭാരവാഹികളാണ് ജോമോളും അനന്യയും. ജോമോൾക്കും അനന്യയ്ക്കുമൊന്നും ഒരു പരാതിയുമില്ല. ഒപ്പം ഇരിക്കുന്നവരോട് ചോദിക്കാൻ പറയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സിദ്ദീഖിന് അറിവില്ലായിരുന്നു, അതുകൊണ്ട് ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. മെയിൻ സ്ട്രീം സിനിമകളിൽ അഭിനയിച്ചയാളെന്ന നിലയിൽ അങ്ങനെയുള്ള സെറ്റുകളിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായാൽ അത്തരക്കാരെ ഉടൻ സെറ്റിൽ നിന്ന് പുറത്താക്കുന്ന പതിവാണുള്ളതെന്നൊക്കെയാണ് സിദ്ദീഖ് പറഞ്ഞു വെച്ചത്. അപ്പോൾ നടിമാരും നടന്മാരും എല്ലാം ചേരുന്നതാണ് ഒരു താരസംഘടനയെങ്കിൽ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് എന്തിനാണ്? ആ ചോദ്യത്തിൽ അമ്മയിൽ ഒരു ഭിന്നത രൂപപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് നമ്മൾ ജഗദീഷിന്റെ ഭാഗത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കേട്ടത്.